അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും നല്ലൊരു സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും കാണുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ വേണ്ടി നല്ലൊരു സോസും കൂടെ തയ്യാറാക്കുന്നുണ്ട്. രണ്ടും കൂടെ കൂട്ടി കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു ചെറിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര, 1/4 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം. വെള്ളത്തിന് ചെറുതായിട്ടൊരു ചൂട് മതി കേട്ടോ, കൂടുതൽ ചൂടുള്ള വെള്ളം എടുക്കരുത്. അപ്പോൾ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് സമയം നമുക്കിതൊന്ന് പൊങ്ങി വരാനായിട്ട് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റൊക്കെ മതി കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇതൊന്ന് പൊങ്ങി വന്നു തുടങ്ങും. ഇപ്പോൾ നമ്മുടെ ഈസ്റ്റ് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റാണ് ഇത് മൂടി വെച്ചിട്ടുള്ളത്. ഇനി നമുക്കൊരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി എടുത്താലും മതി. അതല്ലെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടിയും മൈദപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പെല്ലാം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആക്റ്റീവ് ആക്കി വെച്ചിട്ടുള്ള ഈസ്റ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഈസ്റ്റിൻ്റെ മിക്സ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ബൗളിൽ കുറച്ച് ചെറിയ ചൂടുള്ള വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിത് കുഴക്കാനായിട്ട് എടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ മാവൊന്ന് കുഴച്ച് നോക്കിയിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ചെറിയ ചൂടുള്ള ഈ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം എടുക്കുമ്പോൾ നല്ല ചൂടുള്ള വെള്ളം എടുക്കരുത്, ചെറുതായിട്ടൊരു ചൂട് മതി വെള്ളത്തിന്. നല്ല ചൂടുള്ള വെള്ളത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഈസ്റ്റ് ആക്റ്റീവ് അല്ലാതാവും. അപ്പോൾ നമുക്ക് മാവ് ശരിയായിട്ട് പൊങ്ങി കിട്ടൂല. ഇപ്പോൾ ഞാൻ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിട്ട് ഇതൊന്ന് പൊങ്ങി വരാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഓയിലൊന്ന് തടവി കൊടുത്ത ശേഷം പിന്നെ നമുക്കിത് കാറ്റൊന്നും തട്ടാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കണം. ഒരു മൂടി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ടോ എന്തെങ്കിലും ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതൊന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊങ്ങി വരാനായിട്ട് മാറ്റി വെക്കാം. നല്ല ചൂടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരും കേട്ടോ, 1 മണിക്കൂർ കൊണ്ടൊക്കെ പൊങ്ങി വരും. തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ സമയം വേണ്ടി വരും പൊങ്ങി വരാൻ. അപ്പോൾ ഇതിന് നമുക്ക് പൊങ്ങി വരാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സവാളയൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള വഴറ്റിയെടുക്കാൻ വേണ്ടി ഞാനൊരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിലേക്ക് നമുക്ക് 2 സവാള ചേർത്ത് കൊടുക്കാം. സവാള ഞാൻ അധികം കട്ടി കുറച്ചിട്ടല്ല കേട്ടോ, കുറച്ച് കട്ടിയിൽ ഇതുപോലെ കട്ടിയിൽ നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അധികം കട്ടി കുറക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കുറച്ച് കട്ടിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, സവാള നമുക്കൊന്ന് കടിക്കാൻ കിട്ടണം. അപ്പോൾ നമുക്ക് ഈ സവാളയുടെ ഒരു പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ് ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഈ സവാള വഴറ്റിയെടുക്കുമ്പോൾ കൂടുതൽ അങ്ങ് വഴറ്റിയെടുക്കണ്ട കേട്ടോ, ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. വേണമെങ്കിൽ നമുക്ക് സവാള വഴറ്റിയെടുക്കാതെ പച്ചക്ക് ചേർത്ത് കൊടുത്തിട്ടും തയ്യാറാക്കാം. പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ചേർക്കുമ്പോഴാണ്. അപ്പോൾ മാവ് പൊങ്ങി വരുന്ന സമയം കൊണ്ട് ഇനി നമുക്ക് ഇത് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ വേണ്ട സോസും കൂടെ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1 വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഈ സോസ് കുറച്ച് സ്പൈസി ആയിട്ടാട്ടോ, അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. കൂടുതൽ എരിവ് വേണമെങ്കിൽ നമുക്ക് 1 മുളകും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കുറവായിട്ട് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ. നമ്മൾ മയണൈസൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ ഉണ്ടോ, ചെറുതായിട്ടൊരു മധുരവും എരിവും പുളിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ളൊരു മയണൈസ്. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് നല്ല തണുത്ത പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓയിൽ എടുത്തിട്ടുള്ള അതേ അളവിൽ തന്നെ പാലും എടുക്കുക. പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ പാലും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്, നല്ല തിക്കായി വന്നിട്ടുണ്ട്. അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ളൊരു സോസാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്.
അപ്പോൾ ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇത് നമുക്ക് മയണൈസൊക്കെ കഴിക്കുന്ന പോലെ തന്നെ കഴിക്കാം കേട്ടോ. ഗ്രിൽഡ് ചിക്കൻ്റെയും മന്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ അതുപോലെ സാൻഡ്വിച്ചൊക്കെ തയ്യാറാക്കാനും എടുക്കാം. ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് കുറച്ച് കസൂരി മെത്തി കയ്യിലിട്ടൊന്ന് പൊടിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്കിത് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ വേണ്ട നല്ല അടിപൊളി സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് തയ്യാറാക്കുമ്പോൾ ഈ സോസും കൂടെ അതിൻ്റെ കൂടെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ സോസ് മാറ്റി വെക്കാം. 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ പൊങ്ങാനായിട്ട് വെച്ചുള്ള മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ മാവ് കട്ട് ചെയ്ത് പരത്തിയെടുക്കണം. അപ്പോൾ ഇതിന് നമുക്ക് ഒരു 4 ഭാഗമായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി വലുതായിട്ടാണ് തയ്യാറാക്കേണ്ടതെങ്കിൽ ഒരു 2 എണ്ണമായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ചെറുതായിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ 4 എണ്ണമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ ഒന്ന് മാത്രം വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം മാറ്റി വെക്കാം. ഇത് നമ്മൾ പൊടിയിട്ടിട്ടല്ല കേട്ടോ പരത്തുന്നത്. കുറച്ച് എണ്ണ തടവിയിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ പരത്താനുള്ള പലകയിൽ ഞാനിപ്പോൾ നന്നായിട്ട് ഓയിൽ തടവിയിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ സൈഡൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്കിത് കുറച്ച് നീളത്തിൽ അങ്ങ് പരത്തിയെടുക്കാം. ഇപ്പോൾ ഞാനിത് അധികം കട്ടിയില്ലാതെ നീളത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓയിലൊന്ന് തടവി കൊടുക്കുമ്പോൾ നമുക്കിത് നല്ല ലെയറായിട്ട് കിട്ടും. ഇനി നമ്മൾ നേരത്തെ വഴറ്റിയെടുത്തുള്ള സവോള കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ചൂടാറിയിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. അപ്പോൾ നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള സവോളയുടെ 1/4 ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവോള നന്നായിട്ടൊന്ന് പരത്തിയിട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൽ ചെറുതായിട്ടൊരു എരിവിന് വേണ്ടിയിട്ട് കുറച്ച് ചുവന്ന മുളകൊന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. രണ്ട് സൈഡിൽ പിടിച്ചിട്ട് ഇതുപോലെ അങ്ങ് ചുരുട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ചുരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മടക്കി എടുത്തിട്ട് ഇതിൻ്റെ അറ്റം നമുക്ക് അടിയിലേക്ക് ആക്കിയിട്ട് ഒട്ടിച്ച് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അങ്ങ് ഒട്ടിയിരുന്നോളൂ കേട്ടോ. അപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. പലകയിൽ ആദ്യം നന്നായിട്ടൊന്ന് ഓയിൽ തടവിയ ശേഷം നമുക്ക് മാവ് ഒന്ന് പരത്തിയെടുക്കാം. നീളത്തിൽ പരത്തിയെടുക്കാം കേട്ടോ. പരത്തിയെടുത്ത ശേഷം പിന്നെ ഇതിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം. പിന്നെ നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ ചതച്ച് വെച്ചിട്ടുള്ള ചുവന്ന മുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ചുരുട്ടിയെടുക്കാം. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്ത ശേഷം പിന്നെ നമുക്കിതൊന്നും കൂടി ഒന്ന് മടക്കിയെടുക്കാം. അറ്റം അടിയിലേക്കോ അല്ലെങ്കിൽ മുകളിലേക്കോ ആയിട്ടൊന്ന് മടക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് നമുക്ക് ആദ്യം പരത്തിയെടുക്കാം. കൈ വെച്ചിട്ട് ഇതുപോലെ പതുക്കെ ഒന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് പരന്ന് കിട്ടും. അപ്പോൾ ഇതേപോലെ എല്ലാതും പരത്തിയെടുത്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ചുട്ടെടുക്കാൻ വേണ്ടി ഞാനൊരു പാൻ ചൂടാവാനായിട്ട് വെച്ച ശേഷം അതിൽ കുറച്ച് ഓയിൽ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. 4 എണ്ണം ഞാനിതുപോലെ പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുതായതുകൊണ്ട് നമുക്ക് ഒറ്റ പ്രാവശ്യം തന്നെ എല്ലാം കൂടി ഇട്ടിട്ട് ചുട്ടെടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. നമ്മളിത് തിരിച്ചിടുമ്പോൾ ഇതിൻ്റെ ഈ സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലും കൂടെ തടവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ മുകളിലും ഇതുപോലെ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്ത ശേഷം പിന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്കൊരു 2-3 പ്രാവശ്യമായിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. തീ കൂട്ടി വെക്കരുത് കേട്ടോ. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളൊന്നും വേവാതെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമ്മളിത് ചുട്ടെടുക്കുന്ന സമയത്തും കുറച്ചും കൂടെ ഒന്ന് പൊങ്ങി വരും. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ സൈഡും കൂടി ഒന്ന് മൊരിച്ചെടുത്താൽ നമുക്കിത് പാനിൽ നിന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ നന്നായിട്ട് വെന്ത് 2 സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റി വെക്കാം. നമുക്ക് എന്നും തയ്യാറാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടൊക്കെ കഴിക്കുകയും ചെയ്യാം.
നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് മുഴുവനും ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ, നല്ല ലെയറായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല ലെയറായിട്ട് വരുന്നുണ്ട്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്നാക്ക് ആയിട്ടൊക്കെ കഴിക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടോ നമ്മുടെ ഈ ഒരു ക്രീമി ആയിട്ടുള്ള സോസും കൂടി കൂട്ടി കഴിക്കാൻ. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും കാണുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി തയ്യാറാക്കിയെടുക്കാനും. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ അതുപോലെ നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.